സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രൊഫൈലുകൾ ഉൾപ്പെടെ ഉണ്ടാക്കി ഔദ്യോഗിക പ്രൊഫൈലുകൾ അടക്കം BJP മനഃപൂർവ്വമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവ പലതും ദുർവ്യാഖ്യാനങ്ങൾ ചെയ്ത് മുൻകാലങ്ങളിലെ ചില അഭിപ്രായങ്ങളൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് ആവശ്യമുള്ളത് മാത്രം ക്ലിപ്പിങ്സ് എടുത്ത് വ്യാപകമായി വേട്ടയാടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കി സമൂഹ മാധ്യമങ്ങളിലൂടെ വേട്ടയാടാൻ വേണ്ടി ശ്രമിച്ചാൽ അതിൽ നിന്നും പേടിച്ചു പോകുന്ന ആളാണ് തൃശ്ശൂർ MP എന്ന കാര്യം BJP നേതൃത്വം സംശയിക്കേണ്ട. അതിനെയും അതിശക്തമായി തന്നെ നേരിടും. ഒന്ന്, ഞങ്ങളെ പ്രൊഫൈൽ പലതും പരിശോധിക്കുകയാണ്. അപ്പോൾ ആ പരിശോധിക്കുക പ്രൊഫൈൽ പലതും വ്യാജ പ്രൊഫൈലുകളാണ്. അപ്പോൾ വ്യാജ പ്രൊഫൈൽ കൊടുത്താൽ നിയമ നടപടിക്ക് പ്രയാസമുണ്ടാകുമെന്ന് BJPയുടെ സൈബർ സംഘത്തിനറിയാം. അപ്പോൾ BJP സൈബർ സംഘത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യാജ വാർത്തകളും വ്യാജ പ്രൊഫൈലുകളും സൃഷ്ടിച്ച് ാണ് ഇപ്പോൾ അവസാനത്തെ ആയുധം എന്ന നിലയിൽ പേടിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ആ പേടിപ്പെടുത്തൽ കൊണ്ടൊന്നും പേടിക്കുന്ന കൂട്ടത്തിലല്ല TN പ്രതാപൻ എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഭൂരിപക്ഷ വർഗീയതയ്ക്കും ന്യൂനപക്ഷ വർഗീയതയ്ക്കും എതിരെയുള്ള പോരാട്ടത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അത് ശക്തമായി തുടരുക തന്നെ ചെയ്യും. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അങ്ങനെ അനാവശ്യമായിട്ടുള്ള വ്യക്തിഹത്യ നടത്തുന്നതായി എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, തൃശ്ശൂരിൽ കോൺഗ്രസിനെ എതിർക്കുന്നത് ഇതേപോലെ വ്യക്തിപരമായി എതിർക്കുന്നതും രാഷ്ട്രീയമായി നിരന്തരം എതിർത്തുകൊണ്ടിരിക്കുന്നത് BJP ആണല്ലോ. ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ മുഖ്യ ശത്രു BJP ആണ്. BJPയുമായി തന്നെയാണ് കോൺഗ്രസ് ദേശീയ തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരമുള്ളത്. അത് യാതൊരു സംശയമില്ല. ദേശീയ തലത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് യാതൊരു സാധ്യതയുമില്ല എന്നുള്ളതുകൊണ്ട് കോൺഗ്രസിൻ്റെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ ഇന്ത്യയിലെ മുഖ്യ ശത്രു BJP തന്നെയാണ്. BJPയെ പരാജയപ്പെടുത്തുക, അത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും BJPക്ക് എങ്ങനെയൊക്കെ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി പറ്റും. അത് തന്നെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട അജണ്ട. അതേ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. ഞങ്ങൾ പറയുന്നത് രാഷ്ട്രീയമായി ഞങ്ങളുടെ മത്സരം BJPയുമായ ഒരു അംശം വേണ്ട. BJPയാണ് ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടുന്നത്. അത് ദേശീയ തലത്തിലുള്ള ഞങ്ങളുടെ പോളിസിയുടെ ഭാഗം. പാർലമെൻറ്റ് ഇലക്ഷൻ ദേശീയ തലത്തിലുള്ള തിരഞ്ഞെടുപ്പാണ്. ദേശീയ തലത്തിൽ ഞങ്ങൾ നേരിടുന്നത് BJPയാണ്. അതുകൊണ്ട് തന്നെയാണ് BJP ഞങ്ങളും തമ്മിലാണ് ഇന്ത്യയിലെ മത്സരം എന്ന് ആവർത്തിക്കുന്നത്. കേരളവും ഇന്ത്യയുടെ ഭാഗമാണല്ലോ. അതുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷവുമായിട്ടുള്ള മത്സരമുണ്ട്. അത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇടതുപക്ഷം ഇന്ത്യയിൽ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയിലുള്ള പാർട്ടിയാണ്. പക്ഷേ കേരളത്തിൽ മാത്രമാണ് ഇടതുപക്ഷവുമായി ഞങ്ങൾ മുഖാമുഖം മത്സരത്തിൽ ഏർപ്പെടുന്നത്. പക്ഷേ ഒരു ദേശീയ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഞങ്ങളുടെ ശത്രു BJPയാണ്. BJPയാണ് ഞങ്ങളുടെ ദേശീയ തലത്തിലെ മുഖ്യ ശത്രു. ഒരു സംശയവും വേണ്ട. നരേന്ദ്രമോദി ഇനിയും വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നരേന്ദ്രമോദി മാത്രം വന്നാൽ പോരാ, അമീർ ഷായും കൂടി വരണം. BJPയുടെ മുഴുവൻ കേന്ദ്ര മന്ത്രിമാരും വരണം. കേന്ദ്ര നേതൃത്വം കൂടെ വരണം. ഇനി ഏതെങ്കിലും അവശേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ മുഴുവൻ വരണം. അവരുടെ കയ്യിലുള്ള എല്ലാ അദാനി അംബാനി കോർപ്പറേറ്റ് മുതലാളിമാരുടെ മുഴുവൻ പണങ്ങളും തൃശ്ശൂരിലേക്ക് വരണം. അങ്ങനെ നരേന്ദ്രമോദിയല്ല, അമീർ ഷാ അല്ല, അദാനി അംബാനിയുടെ പണച്ചാക്കുകൾ വന്നാൽ പോലും തൃശ്ശൂർ BJPക്ക് എടുക്കാൻ കഴിയില്ല എന്ന കാര്യം കാലം തെളിയിക്കും. അത് 2 തവണ ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇനിയും തൃശ്ശൂർ ജനങ്ങളത് കാലം തെളിയിക്കും. തൃശ്ശൂർ ഒരു സെക്കുലർ പ്രദേശമാണ്, സെക്കുലർ നിയോജക മണ്ഡലമാണ്. ഇവിടുത്തെ ആളുകൾ സെക്കുലറാണ്. സ്വന്തം മതത്തിൽ വിശ്വസിക്കുമ്പോഴും അന്യമതങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർ ആ തൃശ്ശൂർക്കാർ. ഇവിടെ വന്ന് മോദി, അമീർ ഷാ ഗുജറാത്ത് മോഡൽ രാഷ്ട്രീയം ആണ് പ്രയോഗിക്കാൻ വരുന്നതെങ്കിൽ ഞങ്ങളതിനെ അതിശക്തമായി സെക്കുലർ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നേരിടും, എതിർക്കും, പരാജയപ്പെടുത്തും. പണം കൊണ്ടും വർഗീയ ഫാസിസം കൊണ്ടും തൃശ്ശൂർ ജനങ്ങളെ കയ്യിലെടുക്കാമെന്ന്, വിലക്ക് വാങ്ങാമെന്നും കയ്യിലെടുക്കാമെന്നും ആരും ധരിക്കേണ്ട. തൃശ്ശൂരാണെന്ന കാര്യം മറക്കണ്ട.